രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഈ ലോകത്തിൽ എങ്ങനെ വ്യാപരിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ തിരുവചന ഭാഗം കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തമ്പുരാനോടൊപ്പമായിരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഏറ്റവും നന്നായി വിനിയോഗിക്കുക, അവിടെ നമുക്ക് മഹത്വമുണ്ടാകും. തമ്പുരാനോടൊത്ത് ആയിരിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അവസരമാണ് ഈ ഗാഗുൽത്ത ഫ്രൈഡേ. വചനം കേൾക്കുക മാത്രമല്ല, അത് ധ്യാനിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അവസരമാണ്. ആ അവസരത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ ഈ തിരുവചന ഭാഗം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ വെച്ചാണ് കേട്ടെന്ന് അറിയൂ? മാമോദീസ നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണിത്. ഞാനും നിങ്ങളും കർത്താവിന് സാക്ഷികളായി ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന മേഖലകളിലെ, അത് ജോലി സ്ഥലമാകട്ടെ, പഠിപ്പിക്കുന്ന സ്ഥലമാകട്ടെ, അത് പഠിക്കുന്ന സ്ഥലമാകട്ടെ, എവിടെയെല്ലാം നമ്മൾ പോകുന്നുണ്ടോ അവിടെയെല്ലാം തമ്പുരാന്റെ സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് നമ്മുടെ മാമോദീസ ദിവസം. തമ്പുരാന്റെ സാക്ഷികളായി അയക്കപ്പെട്ട വ്യക്തികളായി മാറ്റപ്പെടുന്നത് അത് നമ്മുടെ മാമോദീസായുടെ ദിവസമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാനും നിങ്ങളും മാമോദീസ വേളയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ഉണർത്ത്. നമ്മൾ കർത്താവിന് സാക്ഷികളാണ്, അയക്കപ്പെട്ടവരാണ്. ഇന്ന് രാജൻ ബ്രദർ നമ്മളോട് സൂചിപ്പിച്ചു, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുക. അത് ഉത്ഥിതനായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു ദൗത്യമാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ഗ്രേറ്റ് കമ്മീഷൻ. ഏറ്റവും വലിയ ദൗത്യമാണത്. മാമോദീസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ അല്ലെങ്കിൽ അവൾ അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവളാണ്, സ്ലീഹയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സ്ലീഹയാകാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ മാറ്റത്തെയാണ് നിക്കോദോമസുമായുള്ള ഈശോയുടെ സംഭാഷണം നമ്മെ ഓർമ്മപ്പെടുത്തുക. നിക്കോദോമസ് എപ്പോഴും തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഇരുട്ടത്താണ്. രാത്രിയുടെ രാമങ്ങളിലാണ് തമ്പുരാനുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് കടന്നു വരുന്നത്. ഈ നിക്കോദോമസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ അറിയുന്നു എന്നതിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് സമൂഹമായിട്ട് കടന്നു വരുമ്പോൾ ഞങ്ങൾ അറിയുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക. ഞാൻ അറിയണം, എൻ്റെ കർത്താവ് എൻ്റെ ഗുരുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തമ്പുരാനോട് പറയാൻ നമുക്ക് സാധിക്കണം, ദൈവമേ നീ എൻ്റെ ഗുരുവാണ്. എന്താണ് ഗുരു എന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ ചിലപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഗുരു എന്ന് പറഞ്ഞ്
മലയാളത്തിലെ പദ്യത്തിൻ്റെ സമയം പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിഞ്ഞിട്ട് ഗുരു ലഘു എന്ന്. ഗുരു എന്ന് പറഞ്ഞാൽ നീട്ടിയ, ലഘു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് ഉള്ളതിനെയാണ്. എന്നാൽ ഇവിടെ ഗുരു എന്ന് പറയുന്നത് നമ്മിലുള്ള അന്ധകാരത്തെ നീക്കുന്നത് ആരാണോ അവനെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കുന്നവൻ അവൻ ആരാ? നമ്മളിലുള്ള തിന്മയുടെ അന്ധകാരത്തെ, നമ്മളിലുള്ള മറ്റ് ദുഷ്പ്രവണതകളുടെ അന്ധകാരത്തെ നമ്മിൽ നിന്ന് നീക്കുന്നവൻ അവനാണ് യഥാർത്ഥ ഗുരു. ഇവിടേക്ക് നോക്കുക. ഈ ഗാഗുൽത്ത തമ്പുരാന്റെ അടുത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നമുക്കവിടേക്ക് കാണാൻ സാധിക്കും, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഇരുട്ടിനെ, അന്ധകാരത്തെ നീക്കുന്നവനാണ് തമ്പുരാൻ. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്? ഈ ഇരുട്ടിനെ നീക്കാനായിട്ട് നമ്മൾ മറ്റു പല വഴികളും തേടുകയാണ്. ഇവിടെയാണ് നിക്കോദോമസിന്റെ ആ വിശ്വാസ പ്രഖ്യാപനം. നമ്മൾ അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിശ്വാസികളുടെ സമൂഹത്തിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസം ഏറ്റുപറയുക. ഗാഗുൽത്ത ഫ്രൈഡേയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പുരാനിലുള്ള ആ അടിയുറച്ച വിശ്വാസത്തെ ഏറ്റുപറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ വിശ്വാസ ഏറ്റുപറച്ചിൽ എന്താണ്? തമ്പുരാനെ, നീ എന്നിലുള്ള അന്ധകാരത്തെ, പാപത്തിന്റെ അന്ധകാരത്തെ, തിന്മയുടെ ഇരുട്ടിനെ, തിന്മയുടെ ശക്തികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന, നീക്കം ചെയ്യുന്ന വലിയ ഗുരുവാണ് എന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. തമ്പുരാനാണ് എന്നിലുള്ള അന്ധകാരത്തെ, തിന്മയുടെ ശക്തിയെ നീക്കുന്നവൻ എന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാ. നമുക്കൊന്ന് കൈ ഉയർത്തി പറയാം. തമ്പുരാനെ, ഏറ്റുചൊല്ലി, തമ്പുരാനെ, അങ്ങാണ് എന്റെ ഹൃദയത്തിലെ, എന്റെ കുടുംബത്തിലെ, എന്റെ നാട്ടിലെ, എന്റെ പ്രവർത്തന മേഖലകളിലെ പാപത്തിൻ്റെതായ, തിന്മയുടേതായ ഇരുട്ടിനെ, അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന യഥാർത്ഥ ഗുരുവാണ് അങ്ങ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതാദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കെട്ടുപോകും. ഉള്ളിലുള്ള തടസ്സങ്ങളെല്ലാം മാറും. ഈ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുക, അതാണ് ഓരോ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്. ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ തമ്പുരാനെ ഏറ്റുപറയാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം പരമാവധി വിനിയോഗിക്കുമ്പോൾ അവിടുന്ന് നമ്മെ മഹത്വപ്പെടുത്തും. അതുപോലെ തന്നെ രണ്ടാമത് നിക്കോദെമോസ് ഏറ്റുപറയുന്നത് ഇതാണ്: ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ദൈവം കൂടെയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഏറ്റുപറയുന്ന ആ നമ്മുടെ തമ്പുരാൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖയിലൂടെ യൗസേപ്പ് പിതാവിനോടും മറിയത്തോടും പറഞ്ഞ വലിയൊരു സത്യമാണ് ഇമ്മാനുവേൽ. ദൈവം ഇമ്മാനുവേലാണ്. ദൈവം നമ്മോട് കൂടെയുള്ളവനാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ മുഴുവനും നമ്മൾ കാണുന്നത് തൻ്റെ ജനത്തോടൊപ്പം കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ്. തൻ്റെ ജനത്തോടൊപ്പം കൂടെ നടക്കുന്ന ദൈവത്തെ ഇന്ന് നമ്മൾ വാഗ്ദാന പേടകം ഇവിടെ കൊണ്ടുവന്ന് വച്ചപ്പോൾ ആ വാഗ്ദാന പേടകം പഴയ നിയമ ജനതയുടെ, ഇസ്രായേൽ ജനതയുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ
വാഗ്ദാന നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർക്ക് നൽകപ്പെട്ട കാണപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്. അത് എവിടെയെല്ലാം പ്രതിഷ്ഠിച്ചുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു. രണ്ട് തരത്തിലാണ് ആ സാന്നിധ്യം അവർക്ക് കാണാൻ സാധിച്ചത്. ഒന്ന്, പകൽ സമയങ്ങളിൽ അവർ ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെ മേഘസ്തംഭമായി വാഗ്ദാന പേടകം എവിടെയെല്ലാം സ്ഥാപിക്കപ്പെട്ടുവോ അവിടെയെല്ലാം ആ പാളയത്തിനു മുകളിലായി പകൽ സമയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടത് ആ കൂടാരത്തിന് മുകളിൽ മേഘസ്തംഭമായി തമ്പുരാന്റെ സജീവ സാന്നിധ്യം അനുഭവപ്പെട്ടു. മേഘസ്തംഭമായി പകൽ സമയങ്ങളിൽ തൻ്റെ ജനത്തോട് കൂടെ നടന്ന ആ വലിയ തമ്പുരാനാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നത്, വസിച്ചത്, വസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടി കൈകൾ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ദൈവം തന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുത്തത്, ഇസ്രായേൽ ജനത്തിന് അനുഭവവേദ്യമാക്കി കൊടുത്തത് അവർ കിടന്നുറങ്ങുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ തമ്പുരാൻ അവരെ വിട്ടുപോയില്ല. അവർക്ക് അഗ്നിസ്തംഭമായി തന്റെ സജീവ സാന്നിധ്യത്തെ അവരുടെ മുമ്പിൽ എപ്പോഴും കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം മുഴുവനും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സാന്നിധ്യ സ്മരണ നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് പ്രഭിയായ ഈ നിക്കോദോമോസ് തമ്പുരാനോട് പറയുക, ദൈവം കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ഒരുവനും ചെയ്യാൻ സാധിക്കുകയില്ല. തമ്പുരാൻ നമ്മുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ സജീവമായ സാന്നിധ്യത്തിന്റെ, തമ്പുരാന്റെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ വലിയ ഒരു അടയാളമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ യാചിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കുന്നു. ഈ സമർപ്പണവും ഈ പ്രാർത്ഥനകളും യാചനകളും തമ്പുരാൻ അത് സ്വീകരിച്ച് നമുക്ക് നൽകുന്നതായി അനുഭവപ്പെടുമ്പോൾ അവർ ചെയ്തതുപോലെ, ഇസ്രായേൽ ജനത ചെയ്തതുപോലെ അവർ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ തമ്പുരാൻ കൂടെയുള്ള ഏതൊരു വ്യക്തിയും മുന്നോട്ടു പോകുമ്പോൾ അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യ സ്മരണ ഉളവാക്കും. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധ അമ്മ ഈ ദൈവവചനത്തെ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ യാത്രയായി എന്നാണ് പറയുക. തിടുക്കത്തിൽ യാത്രയായി. എന്തിനാ? വചനത്തെ സ്വീകരിച്ചപ്പോൾ അവൾ എന്തിനാ തിടുക്കത്തിൽ യാത്ര ചെയ്തത്? മറ്റുള്ളവരിൽ ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ വചനം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു തിടുക്കമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുക. അങ്ങനെ തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ പ്രതിബന്ധങ്ങളും കർത്താവ് കൂടെയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റപ്പെടും. അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്തു. മലമ്പ്രദേശത്തു കൂടെയാണ് യാത്ര ചെയ്തത്. ക്ലേശകരമായ യാത്ര അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചത് തമ്പുരാൻ, വചനം തന്നെയായ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമാണ്. തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മുടെ അതിരൂപതയിലെ കുട്ടികൾക്കുള്ള ക്യാമ്പൊക്കെ നടക്കുകയാണ്, ദൈവദർശൻ ക്യാമ്പ്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ നടത്തിയിരുന്ന ക്യാമ്പിൻ്റെ പേര് സഫല സമീക്ഷ എന്നാണ്. ആ ക്യാമ്പിലൊക്കെ അവർക്ക് നൽകുന്ന ഒരു ആപ്തവാക്യമുണ്ട്. അത് ഇപ്രകാരമാണ്: വിത്ത് ജീസസ് വി ആർ ഹീറോസ്. വിത്ത് ജീസസ് വി ആർ ഹീറോസ്. വിത്തൗട്ട് ജീസസ് വി ആർ
സീറോസ്. ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ധീരരാണ്. ക്രിസ്തു കൂടെയില്ലെങ്കിൽ നമ്മളെല്ലാം വട്ടപൂജ്യം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ നമുക്കിന്ന് കാണിച്ചു തരുന്ന വ്യാകുല മാതാവ്, കുരിശിന്റെ ചുവട്ടിലെ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് കൂടെ ആയിരിക്കുന്ന വചനത്തെ കൂടെ പിടിക്കുക. വചനത്തെ കൂടെ പിടിക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകും. ഇനി ഈ വചനത്തെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വചനം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ ഞാനും അവിടുത്തോടുകൂടെ ആയിരിക്കുക. വചനത്തെ സ്വന്തമാക്കി കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുക. ഒന്ന്, ചെല്ലുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്നവരോട് നല്ലതു മാത്രം പറയുക. വചനത്തെ കൂടെ മുറുകെ പിടിക്കുന്നവർ, വചനത്തെ ഹൃദയത്തിൽ നിറച്ച് മറ്റുള്ളവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികളുടെ ഒരു മുഖമുദ്രയാണ് മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ നല്ലത് മാത്രം പറഞ്ഞ് അഭിവാദനം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഈ വചനം കേട്ട്, തിരുവചനം കേട്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന ഇടത്ത് സ്തുതിവചനങ്ങളുമായി മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോടുകൂടെ, വചനം നമ്മോടുകൂടെ ഉള്ളതിൻ്റെ വലിയൊരു അടയാളമാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയുക, അത് വചനം സ്വീകരിച്ച വ്യക്തിയുടെ ഒരു മുഖമുദ്രയാണ്. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ അവൾക്കുണ്ടായ അനുഭവമാണ് രണ്ടാമത്തെ കാര്യം. വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അവൾ ദൈവികമായ സന്തോഷത്താൽ നിറഞ്ഞു എന്ന്. വചനത്തെ സ്വീകരിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ, വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ഈ ദൈവികമായ സന്തോഷം നൽകുന്നതിൻ്റെ അടയാളമായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ കുടുംബങ്ങളിലെ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലെ, ജോലി സ്ഥലങ്ങളിലെ, പഠിക്കുന്ന സ്ഥലങ്ങളിലെ ഒക്കെ ദൈവികമായ സന്തോഷം കൊടുക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ? മറ്റൊന്നാണ്, അത് അവർക്ക് അനുഭവപ്പെടണം. എലിസബത്തിന് അത് അനുഭവപ്പെട്ടു. ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അവളത് അനുഭവിക്കുക. അവളുടെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. വചനത്തെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ചെല്ലുന്ന ഇടങ്ങളിൽ സന്തോഷം കൊടുക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക സന്തോഷം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്, അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മറ്റൊരു കാര്യമാണ്, ചെല്ലുന്ന ഇടങ്ങളിൽ ആത്മാവിനെ നിറയ്ക്കുക, ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകുക. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി എന്നാണ് പറയുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി കാണപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും സജീവ സാന്നിധ്യത്താൽ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ നിറവ് കൊടുക്കാൻ, അത് കൊടുക്കുന്നത് തമ്പുരാനാണ്. കാരണം എന്താണ്? വചനം കൊണ്ട് നിറഞ്ഞ വ്യക്തികളാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. വചനം അവിടെ പ്രവർത്തിക്കും. വചനം അവിടെ പ്രവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടുന്ന് വചനത്തിന്റെ വലിയ ആ അത്ഭുത സിദ്ധിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വിശുദ്ധീകരിക്കുന്ന വലിയ ശക്തിയാണ് വചനമെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ ഉപാസകരായി മാറാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. വചനം വായിക്കാനും, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനും, വചനം പ്രഘോഷിക്കാനും പരിശ്രമിക്കുമ്പോൾ അവിടെ കേൾക്കുന്നവരിൽ വിശുദ്ധീകരണം സംഭവിക്കും.
ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ലേഖനം വായിച്ച പ്രേക്ഷിതയെ ഇപ്രകാരമാണ് ആശീർവദിച്ചത്. മിശിഹ തൻ്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും അവിടുന്ന് തൻ്റെ കൃപാതിരേകത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് തമ്പുരാന്റെ വചനമാണ്. തമ്പുരാന്റെ വചനത്തെ ഹൃദയത്തിൽ ആവഹിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലുള്ള സഭയ്ക്ക് നൽകുന്ന ആ വലിയ വ്യാഖ്യാനമാണ്. വചനത്തെ സ്വീകരിച്ച് അവർക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. ആ വിളമ്പിക്കൊടുക്കുന്ന വ്യക്തി തമ്പുരാന്റെ പ്രബോധക വചനത്താൽ വിശുദ്ധമാക്കപ്പെടുകയാണ്. തമ്പുരാനാണ് ഇവിടെ വചനം പ്രഘോഷിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വായനക്കാരനെ അല്ലെങ്കിൽ പ്രഘോഷകനെ. അവൻ അല്ലെങ്കിൽ അവൾ നിർമ്മല ദർപ്പണമാണ്. എന്താണ് നിർമ്മല ദർപ്പണം? നല്ല കണ്ണാടിയാണ്, തെളിമയാർന്ന കണ്ണാടിയാണ്. ഈ വായിക്കുന്ന വ്യക്തി തമ്പുരാന്റെ വചനമാണ് വായിക്കുന്നതെന്ന് ഉറച്ച ബോധ്യത്തോടുകൂടെ വായിക്കുമ്പോൾ വചനം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് തമ്പുരാന്റെ വചനമാണ്. ഞാനല്ല, തമ്പുരാനാണ് എന്നോട് പ്രസംഗിക്കുന്നത്, തമ്പുരാനാണ് എന്നോട് വചനം പ്രഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ തക്ക രീതിയിലുള്ള നിർമ്മലമായ കണ്ണാടിയാണ് വായനക്കാരൻ അല്ലെങ്കിൽ പ്രഘോഷകൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തമ്പുരാന്റെ വചനം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് ആത്മാവിന്റെ നിർവൃതി ഉണ്ടാകുകയാണ്, നിറവുണ്ടാക്കുകയാണ്. ആത്മാവിന്റെ നിറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നതെല്ലാം നല്ലത് മാത്രമേ പറയൂ. വചനം കേട്ട് വചനം ഹൃദയത്തിൽ നിറച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടേണ്ടത് നന്മ മാത്രമെന്ന് എലിസബത്തും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള കണ്ടുമുട്ടൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെയാണ് ആത്മാവിലുള്ള ജനനം എന്ന് പറയുന്നത്. വചനം നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. പാപത്താൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിൽ നവീകൃതമായ പുതിയ മനുഷ്യനെ ധരിക്കലാണ് ഓരോ സമയവും നമ്മൾ വചനം ശ്രവിക്കുമ്പോൾ, മാമോദീസ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കും. നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. അവിടെ പിന്നെ അന്ധകാരത്തിന്, തിന്മയുടെ ആ ശക്തിക്ക്, പാപത്തിൻ്റെതായിട്ടുള്ള ഇരുട്ടിന് ഒന്നും സ്ഥാനമില്ല. നമ്മിൽ വെളിച്ചം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് മാമോദിസ സ്വീകരിക്കുന്നവരെ അവരെ വെളിച്ചത്തിന്റെ മക്കൾ എന്നാ വിളിക്കുക. വെളിച്ചത്തിന്റെ മക്കൾ. കാരണം എന്താണ്? വചനം കേട്ട് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ അവരെല്ലാവരും വെളിച്ചത്തിലേക്ക് കടന്നു വന്നവരാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവർ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുന്ന, മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന വ്യക്തികളായി മാറുകയാണ്. അതിനെയാണ് നമ്മൾ പറയുക, നമ്മൾ അയക്കപ്പെടുന്നു. മാമോദീസായിലൂടെ ക്രിസ്തുവിലേക്ക്, തിരുസഭയിലേക്ക്, ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലേക്ക്, അതുപോലെ സ്വർഗത്തിന് അവകാശി എന്ന നിലയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയ ദൗത്യം ഇതാണ്. മകനെ, മകളെ, നീ അയക്കപ്പെട്ടവനാണ്. നീ മറ്റൊരു സ്ലീഹയാണ്. എന്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കാൻ, കൊണ്ടുചെന്നെത്തിക്കാൻ ഞാനിതാ നിന്നെ ഉപകരണമാക്കുന്നു, നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന, ദൗത്യം നൽകി അയക്കുന്ന വലിയൊരു അവസരമാണ് നമ്മുടെ മാമോദീസ അവസരം.
ഇത് നമ്മെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് നമ്മൾ മാമോദീസ പരികർമ്മ വേളയിൽ പങ്കുചേരുമ്പോൾ. ഈ തമ്പുരാനെ പ്രഘോഷിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനെ നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആത്മാവിൻ്റെ നിറവിനും ആത്മാവിൻ്റെ വഴിനടത്തലിനും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ തിരുവചനം സാക്ഷിക്കുന്നത് പോലെ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അത് എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നമ്മൾ അറിയുന്നില്ല. വിട്ടുകൊടുക്കുക. ഈ ഗാഗുൽത്ത ഫ്രൈഡേയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ വിട്ടുകൊടുക്കലിന്റെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. തമ്പുരാനെ, നീ എന്നിൽ പ്രവർത്തിക്കണമേ, എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുക, തമ്പുരാന്റെ കൈകളിലെ ഉപകരണമായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ വെള്ളിയാഴ്ച നമ്മളിവിടെ പ്രാർത്ഥനയിലും വചന ഉപാസനയിലും ആയിരിക്കുമ്പോൾ നമുക്ക് ഈ വിട്ടുകൊടുക്കല് നമുക്ക് പൂർത്തിയാക്കണം. തമ്പുരാന്റെ ഗാഗുൽത്തായിലെ ആ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ, നമുക്ക് വേണ്ടി അവസാന തുള്ളി ചോരയും അവസാന തുള്ളി ജലവും ചിന്തിയ ആ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അവിടുന്ന് അടികളേറ്റത് നമുക്ക് വേണ്ടിയാണ്. അവിടുന്ന് നിന്ദാപമാനങ്ങൾ ഏറ്റത് നമുക്ക് വേണ്ടിയാണ്. അവിടുന്ന് പടയാളികളുടെ ചാട്ടവാർ അടികളേറ്റത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശ് വഹിച്ചത്. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് 3 ആണികളാൽ തറയ്ക്കപ്പെടുന്നത്. കുരിശിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയെ നാട്ടപ്പെട്ട വ്യക്തിയായി, പരിഹാസ പാത്രമായി മാറിയത് അത് നമുക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒന്നുമല്ലാതായിത്തീരും. അതുകൊണ്ടാണ് കുരിശിൻ്റെ മറുവശം നമുക്ക് ഒഴിച്ചു തന്നിരിക്കുക. എന്തിനാ? ഈ കുരിശോട് ചേർത്ത് നമ്മുടെ അനുദിന ജീവിതത്തിലെ വേദനകളെയും പ്രയാസങ്ങളെയും സഹനങ്ങളെയും ചേർത്ത് വയ്ക്കാനുള്ള തമ്പുരാന്റെ വലിയ അതിയായ ആഗ്രഹം. ഈ ആഗ്രഹം നമ്മൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ തമ്പുരാൻ നമ്മിൽ മഹത്വപ്പെടും. നമ്മുടെ ആഗ്രഹങ്ങൾ അത് തമ്പുരാന്റെ ആഗ്രഹങ്ങളോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കും. തമ്പുരാൻ നമ്മളെ കാണിച്ചു തന്നു, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ വലിയ ശക്തി, മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടി ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഗാഗുൽത്താനാഥൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഗാഗുൽത്താനാഥൻ നമ്മെ കൈവിടില്ല. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് എപ്പോഴും താങ്ങി പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകും. കാരണം എന്താ? അവൻ്റെ സ്വഭാവം കൂടെ നടക്കുക എന്നുള്ളതാണ്. എത്ര അകന്നു പോയാലും കൂടെ നടന്ന് ആ വ്യക്തിയെ, ആ സമൂഹത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവിടുന്ന് എപ്പോഴും പലരെയും ഉപകരണങ്ങളാക്കും. ആ ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരൊന്ന് ചിന്തിച്ചാൽ നമുക്ക് തമ്പുരാൻ്റെ ആഗ്രഹം നിവർത്തിതമാക്കാൻ സാധിക്കും. അതിനുവേണ്ട അനുഗ്രഹത്തിനായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.